ഇന്നലെയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. 10 ദിവസം നീണ്ടുനിന്ന അതിശക്തമായ പ്രക്ഷോഭം, 35 ദിവസമായി സമരമുണ്ടെങ്കിൽ പോലും ഈ അവസാനത്തെ ഒരാഴ്ച 10 ദിവസത്തോളം വലിയ സമരങ്ങൾക്ക് ഡൽഹി വേദിയാകുന്നു. അതുമാത്രമല്ല, കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് വരുന്നു. വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കടക്കം മാർച്ച് നടത്തുന്നു. വിദ്യാർത്ഥികളുടെ സമരം അത് വലിയ പിന്തുണ ലഭിക്കുന്നു രാജ്യവ്യാപകമായി. സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികളടക്കം ഈ സമരത്തിന് പിന്തുണയുമായി വരുന്നു. ഒടുവിൽ അപകടം തിരിച്ചറിയുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കൈവിടാതിരുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒടുവിൽ രാജി എന്ന ആവശ്യം സമ്മതിക്കുന്നു. അങ്ങനെ ഇന്നലെ രാജി വെക്കുകയാണ്. പിന്നാലെ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 ദിവസമായി നടന്ന പ്രശ്നങ്ങൾ തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഒപ്പം അമിത്ഷാ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, യുവാക്കൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. BJP പ്രവർത്തകർക്ക് പ്രധാനം രാജ്യത്തിൻ്റെ പുരോഗതിയാണ്, പദവിയല്ല എന്ന് പറയുന്നു. ഇതിന് പകരം ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല പ്രഹ്ലാദ് ജോഷിക്ക് നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് നിർവഹിക്കുമെന്നാണ് പ്രഹ്ലാദ് ജോഷിയുടെ പ്രതികരണം. BJP പ്രവർത്തകർക്ക് പദവിയേക്കാൾ വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നാളെ പാർലമെന്റിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വലിയ പ്രക്ഷോഭം, സമാനതകളില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾക്ക് രാജ്യം സാക്ഷിയാകുന്നു. ഒടുവിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുന്നു. അവർ സംരക്ഷിച്ചു വെച്ചിരുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വരുന്നു. ഇനിയിപ്പോൾ ഈ സമരത്തിൻ്റെ ഗതി അതുകൊണ്ട് അവസാനിച്ച മട്ടാണ്. പക്ഷേ CJP ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ലഭിച്ച ഉറപ്പുകൾ പൂർണ്ണമായും പാലിക്കപ്പെടണം. അത് മാത്രമല്ല, കോൺഗ്രസിന് നീക്കങ്ങളും പ്രധാനമാണ് ഇനി വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് പാർലമെന്റിൽ. ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, അത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനം തന്നെയാണ്. എന്തായാലും രാജ്യത്തെ യുവാക്കൾ വെറും പാറ്റകളും പാരസൈറ്റുകളും അല്ല എന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഈ സമരം തെളിയിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരം അത് വിജയം കണ്ടിരിക്കുന്നു. മുൻപ് കർഷക സമരത്തിന് പിന്നാലെ 2 കാർഷിക ബില്ലുകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. അതിന് ശേഷമുള്ള കേന്ദ്ര സർക്കാരിനേറ്റ മറ്റൊരു വലിയ തിരിച്ചടി, അല്ലെങ്കിൽ അവർക്ക് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ CJPയുടെ സമരം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും CJP പൊതുവായിട്ടുള്ള സമരങ്ങളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെ ജന്തർ മന്ദറിലെ സമരപ്പന്തൽ അവർ തന്നെ പൊളിച്ചു നീക്കി. അതിനു മുൻപേ അവിടെ കേക്ക് മുറിച്ച് ആ വിജയം CJP പ്രവർത്തകർ ആഘോഷിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ CJP ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് പോലീസ് തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം പങ്കുവെക്കാമെന്ന് CJPയുടെ അധ്യക്ഷനായിട്ടുള്ള അഭിജിത് ദീപ്കെ അറിയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെയും അതുപോലെ ഫോട്ടോകളുടെയും അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നടപടികൾ CJP ആരംഭിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം ഇതിനുള്ള പരാതിയുമായി ചെല്ലുക. പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാനാണ് CJPയുടെ ഒരു തീരുമാനം. ഇത്തരത്തിൽ കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് മറ്റൊരു മൂവ്മെന്റായി മാറാനും സാധ്യതയുണ്ട്. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങളൊന്നും CJP ഔദ്യോഗികമായി തന്നെ നടത്തിയിട്ടില്ല. പക്ഷേ ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്തായാലും നിലവിൽ CJP ഉന്നയിച്ചിട്ടുള്ള മറ്റെല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു തരത്തിലുള്ള FIRകളും രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള കാര്യം സമ്മതിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ CJP സമർപ്പിച്ച ഒരു 5 ദിന കർമ്മ പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അവ ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നാണ് സമരം പിൻവലിക്കുകയടക്കം ചെയ്തത്. പിന്നെ ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത് കോൺഗ്രസും വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി ചില വിദ്യാർത്ഥികൾക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിന് മുൻപത്തെ ദിവസം പെല്ലറ്റ് കൊണ്ട് പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു. ഇന്നലെ കാലിന് പരിക്കേറ്റ ഒരു പെൺകുട്ടിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ പാർലമെന്റിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർലമെന്റ് ചേർന്നപ്പോൾ വളരെയധികം പ്രക്ഷുബ്ധം തന്നെയായിരുന്നു. ലോക്സഭയിൽ മറ്റൊരു തരത്തിലുള്ള ചർച്ചകൾക്കും വെള്ളിയാഴ്ച അനുവദിച്ചിരുന്നില്ല. അതിന് പിന്നാലെ ഇപ്പോൾ
ഈ കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ ഒരു അനുസ്മരണം മാത്രം ലോക്സഭയിൽ നടത്തി പിരിയുന്ന ഒരു ചുറ്റുപാടും അന്ന് സംഭവിച്ചിരുന്നു. ഇനി നാളെയും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു നീക്കം. ഇപ്പോൾ സർക്കാരിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കുകയാണ്. അപ്പോൾ ഒന്നും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരാമർശങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരം ചില പ്രസ്താവനകൾ വന്നത്. അദ്ദേഹം പറയുന്നത് BJPക്ക് രാജ്യവും അതുപോലെ യുവജനതയുമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു നീക്കത്തിന്, ഇത്ര വലിയൊരു രാജിക്ക് സന്നദ്ധമായതെന്ന് അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ട് വഴി അറിയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പരിഷ്കാരങ്ങളും അതുപോലെ നടപടികളും നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി സ്വീകരിച്ച തീരുമാനങ്ങൾ വളരെയധികം പ്രശംസനീയമാണ്. വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന് വളരെയധികം പ്രശംസയും അമിത്ഷായുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിലൂടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ അത് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. PM ശ്രീ സ്കൂളുകളുടെ വിപുലീകരണം, അതുപോലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ നൈപുണ്യ വികസനം, വ്യവസായ അക്കാഡമിക് ഏകോപനം, അത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം കൂടുതൽ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഇതിനെല്ലാം ധർമ്മേന്ദ്ര പ്രധാനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ BJPയുടെ നേതാക്കളൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ RSS പാരമ്പര്യമൊക്കെ എടുത്തു കാട്ടിയാണ് അഭിനന്ദനം. ധർമ്മേന്ദ്ര പ്രധാന്റെ ട്വീറ്റായി വന്നത് താൻ 10 ദിവസമായി ഈ സമരത്തിൽ വലിയ വിഷമത്തിലാണ്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ഈ സമരത്തിൽ മുൻതൂക്കം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുതലെടുക്കാതിരിക്കാനുള്ള രാജിയാണ് എന്നാണ് പറയുന്നത്. പ്രഹ്ലാദ് ജോഷിയാണല്ലോ അജയ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നിരിക്കുന്നത്. അടുത്ത് തന്നെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചില വാർത്തകളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. ഏതായാലും ചെറിയ കടമ്പയല്ല പ്രഹ്ലാദ് ജോഷിക്ക്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും. ഏത് നിമിഷവും CJP വളരെ ആക്റ്റീവായി അപ്പുറത്തുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണ്ടി വരും ഇനിയിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 3ാം ടേമാണ് NDA ഇപ്പോൾ ഭരിക്കുന്നത് കേന്ദ്രം. അപ്പോൾ യാതൊരു തരത്തിലുമുള്ള ഓഡിറ്റുമില്ലാതെ ഭരണം ഇനി മുന്നോട്ടിങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കേന്ദ്രത്തിന് ബോധ്യമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് എല്ലാ മന്ത്രിസഭയിലും എല്ലാ വകുപ്പുകളിലും ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. ഇപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ, അതും നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, CBSE +2 ഇപ്പോൾ മാർക്കിംഗ് ക്രമക്കേട് ഉൾപ്പെടെ വലിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല വിദ്യാർത്ഥികളും സമരം ചെയ്തിരുന്നത്. 16ഉം 17ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ കൊച്ചുകുട്ടികൾ വരെ സമരവേദിയിൽ എത്തുകയും അതുപോലെ ഐക്യദാർഢ്യം അറിയിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല വിദ്യാർത്ഥികളുടെയും ദൃശ്യങ്ങളടക്കം വൈറലായതാണ്. പ്രഹ്ലാദ് ജോഷി എന്തായാലും തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തിന് നന്ദിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. തന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ശ്രമിക്കും എന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുള്ള ചില അഭ്യൂഹങ്ങൾ അനുസരിച്ച് ഈ മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ നിർമ്മല സീതാരാമന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയേക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രഹ്ലാദ് ജോഷിയെയാണ് ആ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ മറ്റൊരു വകുപ്പ് നൽകും എന്നുള്ള ചില അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. പൂർണ്ണമായിട്ടും മന്ത്രിസഭയിൽ നിന്ന് നീക്കി ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ എക്സ് അക്കൗണ്ട് IDയിൽ മിനിസ്റ്റർ എന്നുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാറ്റി ഇപ്പോൾ MP എന്ന് മാത്രം ഉൾപ്പെടെ ആക്കിയിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. ഏതായാലും ദിവസങ്ങൾ നീണ്ട സമരം വിജയം കണ്ടിരിക്കുന്നു. ഒരുപക്ഷെ 3ാം മോദി സർക്കാർ, കഴിഞ്ഞ 2 മോദി സർക്കാരിനെതിരെയും ഒരുപാട് സമരങ്ങൾ, കർഷക സമരമടക്കം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ വലിയ പ്രക്ഷോഭം കണ്ടതാണ്. ആം ആദ്മി പാർട്ടിയുടെ വലിയ പ്രക്ഷോഭം കണ്ടതാണ്. അവിടെയൊന്നും മുട്ടുമടക്കാതിരുന്ന സർക്കാർ ഒടുവിൽ വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ സമരത്തിന് മുന്നിൽ വളരെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നു. ആ സമരം വലിയ വിജയമായിരിക്കുന്നു. രാജ്യമെമ്പാടും ചർച്ചയാകുന്നത് ഈ കാര്യമാണ്.